വിവാഹ തീയതി എന്നിവയെക്കുറിച്ച് മനസ്സ് തുറന്ന് ആര്യ ബെഡായും സിബിനും. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ SL തിയേറ്ററിൽ വെച്ചായിരുന്നു ആദ്യമായി ഞങ്ങൾ കണ്ടുമുട്ടിയതെന്ന് ഇരുവരും പറയുന്നു. രണ്ടുപേരുടെയും ഒപ്പം മുൻ ജീവിത പങ്കാളികളും ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യ ഭാര്യ ആര്യയുടെ കൂടെ പഠിച്ചിട്ടുണ്ട്. അന്ന് ആര്യയുടെ ഭർത്താവായിരുന്ന രോഹിത്തിനെ എനിക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഡാൻസർമാരാണല്ലോ, അങ്ങനെയുള്ള പരിചയമുണ്ട്. അന്ന് അവിടെ വെച്ച് ഹായ് പറഞ്ഞു പിരിഞ്ഞു. ആര്യയെ ബെഡായി ബംഗ്ലാവിൽ കണ്ടുള്ള പരിചയവും ഉണ്ടായിരുന്നു. എപ്പോൾ പ്രണയം തുടങ്ങിയെന്ന് ചോദിച്ചാൽ കൃത്യമായി ഉത്തരം നൽകാനാവില്ല. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. പരസ്പരം എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 2 വർഷം മുമ്പ് ഒരിക്കൽ ഞാൻ പറഞ്ഞു, 40 വയസ്സായിട്ടും ഒന്നും നടക്കുന്നില്ലെങ്കിൽ നമുക്ക് കെട്ടാമെന്ന്. ഏഷ്യാനെറ്റിലെ സ്റ്റാർ മ്യൂസിക് ആരാധ്യം പാടും ടെലിവിഷൻ ഷോയുടെ ആങ്കറായിരുന്നു ഞാനന്ന്. സിബിൻ അതിൻ്റെ DJയും. ഷൂട്ട് കഴിഞ്ഞ് മിക്കപ്പോഴും ഒരുമിച്ചാണ് ഞങ്ങൾ മടങ്ങാറുള്ളത്. അങ്ങനെ ഒരിക്കൽ തിരിച്ചു പോകുമ്പോഴാണ് സിബിൻ ഇക്കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. വളരെ ആകസ്മികമായാണ് പറഞ്ഞത്. ഡ്രൈവിനിടയിൽ ഞങ്ങൾ ഒരുപാട് തമാശകൾ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ തമാശയായിരുന്നു സത്യത്തിൽ അതും. ഹണിമൂണിനായി സ്വിറ്റ്സർലാൻഡാണ് മനസ്സിൽ. ആര്യ കുറെ നാളുകളായി ആ പേര് പറയുന്നുണ്ട്. ആ സ്ഥലത്തെ ഫോട്ടോകൾ കാണുമ്പോൾ പോകണമെന്നും പറയാറുണ്ട്.